26ാമത് ലോക കാഴ്ച ദിനം മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം ആരോഗ്യവകുപ്പിന്റെയും ആരോഗ്യ കേരളത്തിന്റെയും ജില്ലാ അന്ധതാ നിവാരണ സൊസൈറ്റിയുടെയും BFC സോഷ്യൽ ക്ലബ്ബ് ചെമ്പൽക്കാടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മമ്പാട് തോട്ടിൻകര ഓഡിറ്റോറിയത്തിൽ വെച്ച് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസ്കർ ആമയൂർ നിർവഹിച്ചു. ചടങ്ങിൽ മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുക മുഖ്യ പ്രഭാഷണം നടത്തി. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ TN അനൂപ് മുഖ്യ സന്ദേശം നൽകി. നിങ്ങളുടെ കണ്ണുകളെ സ്നേഹിക്കൂ എന്നതായിരുന്നു മുഖ്യ സന്ദേശം. അന്ധത, കാഴ്ചയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനും ചികിത്സിച്ചു മാറ്റാവുന്നതും പ്രതിരോധിക്കാവുന്നതുമായ അന്ധത മൂലം ദുരിതം അനുഭവിക്കുന്നവരെ കാഴ്ചയുടെ ലോകത്തേക്ക് കൊണ്ടുവരുന്നതിനായി ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ 2000 മുതൽ എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ച ലോക കാഴ്ച ദിനമായി ആചരിക്കുന്നു. കുഞ്ഞുങ്ങളിലെ കാഴ്ച തകരാറുകൾ, കൃത്യസമയത്ത് ചികിത്സ ഉറപ്പാക്കാത്തത് മൂലം ഗുരുതരമാകുന്ന നേത്രരോഗങ്ങൾ, പ്രായാധിക്യം കൊണ്ട് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാഴ്ച തകരാറുകൾ തുടങ്ങി പ്രത്യേക പരിഗണന വേണ്ട കാര്യങ്ങൾ ഏറെയുണ്ട്. ശരിയായ കാഴ്ചയും പ്രതിബിംബ രൂപീകരണവും വികാസഘട്ടത്തിൽ ആശയ രൂപീകരണത്തിനും ബുദ്ധിവികാസത്തിനും അടിസ്ഥാനമാകുന്നു. പഠനത്തിൽ പിന്നോട്ടു പോകുന്ന പല സാഹചര്യങ്ങളുടെയും അടിസ്ഥാന കാരണം കാഴ്ച തകരാറാണെങ്കിൽ എത്രയും നേരത്തെ തിരിച്ചറിയേണ്ടത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്തമാണ്. പോഷകപൂർണമായ ആഹാരം ഏതൊരു ശാരീരിക വ്യവസ്ഥയുടെയും മെച്ചപ്പെടലിന് എന്നതുപോലെ തന്നെ കണ്ണിന്റെ ആരോഗ്യത്തിനും ആവശ്യമാണ്. ഇലക്കറികൾ, omega-3 സമ്പുഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങൾ, നട്ട്സ്, പല നിറങ്ങളിലുള്ള പച്ചക്കറികൾ തുടങ്ങിയവ ആഹാരത്തിൽ കണ്ണിനെ ഓർത്തും ഉൾപ്പെടുത്തേണ്ടതാണ്. പ്രമേഹം, രക്താതിമർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ നയിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി എന്നിവ ഇടയ്ക്ക് നടത്തുന്ന നേത്രപരിശോധനയിലൂടെ തിരിച്ചറിയാൻ കഴിയുന്നതും വേണ്ട ചികിത്സ സ്വീകരിക്കാൻ കഴിയുന്നതുമാണ്. കണ്ണിലെ മർദ്ദം വർദ്ധിക്കുന്ന ഗ്ലോക്കോമ കാഴ്ചയുടെ നിശബ്ദ കൊലയാളി എന്നാണ് അറിയപ്പെടുന്നത്. ഗുരുതരമായാൽ കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് മടങ്ങി വരാനാവില്ല. അതുകൊണ്ടുതന്നെ 40 വയസ്സ് കഴിഞ്ഞവർ കണ്ണിലെ മർദ്ദം പരിശോധിക്കേണ്ടതുണ്ട്. പ്രായം കൂടുന്നതിന്റെ ഭാഗമായി ഭൂരിപക്ഷം പേർക്കും ഉണ്ടാകുന്ന പ്രസ്ബയോപ്പിയ അഥവാ വെള്ളെഴുത്ത് ശരിയായ ലെൻസ് ഉപയോഗിച്ച് ലളിതമായി പരിഹരിക്കാവുന്നതാണ്. എന്നാൽ ഒരു നേത്ര പരിശോധനയ്ക്കും സന്നദ്ധമാകാതെ വായിക്കുന്നതിന്റെ ദൂരം സ്വയം ക്രമീകരിച്ചും ഫോക്കസ് ക്രമീകരിക്കുന്നതിനായി കണ്ണ് ചുരുക്കി വായിക്കുന്നതും മറ്റും കാഴ്ച കൂടുതൽ മോശമാകാൻ ഇടയാക്കുന്നു. വാർദ്ധക്യത്തിലെ കാഴ്ചകൾക്ക് വയസ്സാകാതിരിക്കാൻ തിമിര പരിശോധന നടത്തേണ്ടതും സമയബന്ധിതമായ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ടതുമാണ്. ജില്ലയിലെ താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ സ്ഥിരമായി നേത്രപരിശോധനാ വിഭാഗം പ്രവർത്തിക്കുന്നു. എല്ലാ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കണ്ണിന്റെ പ്രാഥമിക പരിശോധനകൾ ഉറപ്പാക്കുന്ന ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനമുണ്ട്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഒഫ്താൽമിക് സർജൻ ഡോക്ടർ രാഗി സുരേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മമ്പാട് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ ആശംസകൾ അർപ്പിച്ചു. BFC സോഷ്യൽ ക്ലബ്ബ് ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ സ്വാഗതവും ജില്ലാ ഒഫ്താൽമിക് കോർഡിനേറ്റർ സുനിത നന്ദിയും പറഞ്ഞു. തുടർന്ന് നടത്തിയ നേത്രപരിശോധനാ ക്യാമ്പിൽ 200ഓളം രോഗികൾ പങ്കെടുത്തു. ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായി 15ഓളം ഒപ്റ്റോമെട്രിസ്റ്റുമാരും ഡോക്ടർമാരും ക്യാമ്പിന് നേതൃത്വം നൽകി. ഈ ചാനൽ ന്യൂസ്, തിരൂർ.